അവൻ്റെ കഴുത്ത് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞതാണ്. അപ്പം അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. ചരിത്രത്തിൽ ഈ അക്രമികളായിട്ടുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇസ്ലാമിക ഭരണാധികാരികൾ എന്ന് പേരും പ്രശംസയുമുള്ള ഭരണാധികാരികളുള്ള കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉമയ്യാദ് കാലഘട്ടത്തിൽ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ കാലഘട്ടം, അദ്ദേഹം ക്രൂരനായ ഭരണാധികാരിയായിട്ടാണ് ലോകം അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ഒരു സമയത്ത് തനിക്ക് തോന്നിയതെന്തോ അത് നടക്കണം എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു അവരൊക്കെ. അപ്പം ഒരുപാട് അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വന്നപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഇറാഖിൽപ്പെട്ട ഒരു പ്രദേശത്ത് നിന്ന് തന്നെ ഒരു നാട്ടുകാരൊന്നിച്ച് പട നയിക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം പണ്ഡിതന്മാരൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള കലാപകാരികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയും അതോടൊപ്പം അദ്ദേഹത്തെ താങ്ങി തഴുകി തലോടി ഇങ്ങനെ ഇസ്ലാമിൻ്റെ വശങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓശാന പാടിക്കൊടുക്കുന്ന, അങ്ങനെ വളച്ചൊടിച്ച് അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നല്ല സൗകര്യവും ദർബാറിൽ കുറേ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലെ താബിഈ പണ്ഡിതന്മാരിൽപ്പെട്ട ഏറ്റവും പ്രമുഖനായിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിടവ് അഥവാ ഈ ഒരു താബിഈ പണ്ഡിതൻ്റെ മരണം ഇൽമ് ഇനി എവിടുന്ന് കിട്ടും, അറിവ് എവിടുന്ന് കിട്ടുമെന്ന് ആളുകൾ അന്വേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അഥവാ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഇനി ഇൽമ് നിലച്ചു പോയോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്ന ഒരു പ്രയാസം ഉണ്ടാവുന്ന അത്രയും വലിയൊരു പണ്ഡിതൻ്റെ വിടവ്. സഈദ് ഇബ്നു ജുബൈർ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്. തഫ്സീറിലും അതുപോലെ തന്നെ ഹദീസ് വിജ്ഞാനികളിലൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇദ്ദേഹം പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ വളച്ചൊടിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് നിൽക്കാനോ തയ്യാറാകാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ പടയാളികൾ. കൊണ്ടുവന്നിട്ട് പിന്നെ അവിടുന്ന് വിചാരണയാണ്. വിചാരണയിൽ ഇപ്പോൾ ഒരു ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ശക്തനായ ഭരണാധികാരി, ഒരു വട്ടിന് തുണ്ടം രണ്ട് എന്ന് പറയുന്ന രൂപത്തിൽ നിലപാടെടുക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ താഴ്ന്നു പോകുന്ന നിൽക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും മാറി അദ്ദേഹം നെഞ്ചു വിരിച്ച് വളരെ അഭിമാനത്തോടു കൂടെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹജ്ജാജ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ നിൽക്കാൻ എങ്ങനെ കഴിയുന്നു എൻ്റെ മുമ്പിൽ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ തല കുനിക്കാൻ ഇതുവരെ ഞാൻ പഠിച്ച ദീൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ആ സംസാരം കുറേ അങ്ങനെ നീളുന്നുണ്ട്. നീണ്ടതിൻ്റെ അവസാനം ഞാൻ ഖിയാമത്ത് നാളിൽ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് ഹജ്ജാജ് ചോദിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ പരലോകത്ത് ഞാൻ എങ്ങനെയായിരിക്കും? അപ്പോൾ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വെച്ചാൽ, ഞാൻ അള്ളാഹുവിനേക്കാൾ വലിയ അറിവുള്ളവനല്ല. ഉത്തരം, അള്ളാഹുവിനേക്കാൾ വലിയ അറിവുള്ളവനല്ല ഞാൻ. യെസ്. അപ്പോൾ അതിന് വീണ്ടും എന്താ നീ അങ്ങനെ പറയണത്? അപ്പം ഞാൻ സ്വർഗത്തിലായിരിക്കുമെന്ന് പറയണം എന്ന രൂപത്തിലാണ് അദ്ദേഹം ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ നല്ലവനായിരിക്കുമെന്ന് പറയണം. അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു അദ്ദേഹം. ഓരോ അതിനനുസരിച്ചുള്ള മറുപടികൾ പറയുന്നു. അവസാനം ഹജ്ജാജിന് കിട്ടേണ്ടതായിട്ടുള്ളൊരു ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് കിട്ടാത്ത ഒരവസ്ഥ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഫളരിബു ഉനുഖഹു, അവൻ്റെ കഴുത്ത് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ സയ്യിദ് ബിൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മാറ്റി പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം, അതിനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, എന്നാൽ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഫസ്തഖ്ബല അൽ ഖിബ്ല വഹുവ യഖൂൽ ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഞാനിതാ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ച് ഹജ്ജാജ് പറഞ്ഞു, അവനെ നേരെ തിരിച്ച് അങ്ങോട്ട് തിരിച്ചിരുത്തി എന്ന് പറഞ്ഞു. ഖിബ്ലയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിച്ചിരുത്താൻ പറഞ്ഞു. അങ്ങനെ ഹജ്ജാജ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? അങ്ങോട്ട് തിരിച്ചിരുത്തി എല്ലാവരും കൂടിയിട്ട്. അദ്ദേഹം ഓതി ഫൈന മാത്തുവല്ലോ ഫസമ്മ വജഹുല്ലാ, എങ്ങോട്ട് തിരിച്ചാലും
അല്ലാണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് ഖിബ്ലയിലേക്ക് തിരിയണം. അപ്പോൾ അദ്ദേഹം ഉറക്കം ഓതി. അപ്പം അങ്ങനെ സമ്മതിക്കാൻ പാടില്ല, തിരിച്ചങ്ങോട്ട് തിരിച്ചിരുത്തി എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഓതി ഫൈനമാത്തു വല്ലു ഫസമ്മ വജഹുല്ലാ. അപ്പം അവിടെയും ഹജ്ജാജ് എന്ത് ചെയ്യാണ്, പരിങ്ങാണ്. പിന്നെ ഇന്നല്ലാഹു വാസിഉൻ അലീം. അപ്പം ഹജ്ജാജ് പറഞ്ഞു ലം നുവക്കൽ ബിസ്സറായിർ വ ഇന്നമ വക്കൽനാ ബിദ്ദവാഹിർ. സയ്യിദ് റളിയല്ലാഹു പറഞ്ഞു അല്ലാഹുമ്മ ലാ തുസല്ലിത്ഹു അലാ അഹദിൻ യഖ്തുലുഹു ബഅദി. അതൊരു ആ വാക്കിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ പടച്ചോനെ, ഈ പിന്നെ മനുഷ്യൻ്റെ പിന്നെ എനിക്ക് ശേഷം, എൻ്റെ മരണത്തിന് ശേഷം പിന്നെ മറ്റാരെയും വധിക്കാൻ ഇയാൾക്കൊരവസരം നീ കൊടുക്കരുത്. ഈ സംസാരങ്ങളിൽ നീളുകയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകയും ചെയ്ത അവസാനം ഏകദേശം വധത്തിൻ്റെ അല്ലെങ്കിൽ കൊലയുടെ മുമ്പിൽ നിൽക്കുകയാണ്. കൊലക്കാർ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പാക്കുമെന്ന് ഉറപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എനിക്ക് ശേഷം എന്നെ അദ്ദേഹം കൊല്ലും, പക്ഷെ ഇനി ഒരാൾക്കും ഇദ്ദേഹത്തിന് ഒരാളെയും വധിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി കൊടുക്കരുത്. അവിടെ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുക. പക്ഷെ പിന്നീടുള്ള ഓരോ ദിവസവും ചരിത്രം ഞാനതാണ് പറയുന്നത്, ചരിത്രം പിന്നെ രേഖപ്പെടുത്തുന്നത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന് കിടന്നുറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. അഥവാ അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരീരം വേദനയും അതുപോലെ തന്നെ പനിയും അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ അദ്ദേഹത്തെ പിടിപെടുകയും, ചരിത്രത്തിന് ഒരു ഭാഗത്ത് പറയുന്നു 15 ദിവസം. പിന്നെ ഇബ്നു കസീറിൻ്റെ കിതാബിൽ കാണാം അദ്ദേഹം 40 ദിവസം എന്നാണ് പറയുന്നത്. 40 ദിവസത്തിനപ്പുറം ഹജ്ജാജ് പിന്നെ ജീവിച്ചിരുന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഓരോ രാത്രിയും ഉറക്കിൽ നിന്ന് നെട്ടിയുണർന്നിട്ട് അദ്ദേഹം വിളിച്ച് പറയും അത്രേ, മാലി സയ്യിദ്, ഞാനും സയ്യിദുമായിട്ട് എന്താ അങ്ങനെ, സയ്യിദിനോട് ഞാനെന്താ ഇങ്ങനെ എന്ന രൂപത്തിൽ സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് ഉറക്കെ വിളിച്ചു പറയാതെ അദ്ദേഹം എഴുന്നേൽക്കില്ല. അപ്പം അത്രയും ഒരു പ്രയാസം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് പിന്നീട് ക്രൂരനായ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന ഹജ്ജാജ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ദിവസം കടന്നു പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ തവക്കുലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊരു പ്രശ്നങ്ങൾ പ്രയാസം ഉണ്ടെങ്കിലും അവിടെ അള്ളാഹ് നമ്മുടെ മുമ്പിലുണ്ട് എന്നൊരു തോന്നലോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അള്ളാഹു കൂടെ ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരുപാട് ചരിത്ര തെളിവുകളിൽ ഒന്നാണ് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ. സഹാബാക്കളുടെ ചരിത്രങ്ങൾ കുറേ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ, ഇപ്പോൾ നേരത്തെ പിന്നെ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞ ശ്രോതാക്കളുണ്ടല്ലോ. അപ്പോൾ ഏതൊരു പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹ് നമുക്കത് നൽകിയിരിക്കുന്നത് ഒരു ഖൈറിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കുകയും അതിൻ്റെ അവസാനം എനിക്കൊരു സന്തോഷം അള്ളാഹു നൽകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുകയും ഒപ്പം എനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് എൻ്റെ സങ്കടം ഉണ്ടല്ലോ, എൻ്റെ ഈ പ്രയാസം ഉണ്ടല്ലോ, ഈ പ്രയാസത്തിൻ്റെ അപ്പുറത്ത് മറ്റൊരാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം കിട്ടാൻ സാധ്യതയുണ്ടാവാം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സയ്യിദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്നത് പിന്നെ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊലപാതകത്തോടു കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വധശിക്ഷയോടുകൂടെ പിന്നീട് അവിടെ വലിയൊരു പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ഹജ്ജാജിൻ്റെ നാശവും അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ചർച്ചകളും കാര്യങ്ങളൊക്കെ എന്തായാലും മറ്റുള്ളവർക്ക് മറി ചിന്തിക്കാൻ എന്തായിട്ടുണ്ടാവും, അവസരമായിട്ടുണ്ടാകും എന്നർത്ഥം. നമ്മളെന്നും ഇവിടെ നിലനിൽക്കേണ്ടവരല്ലല്ലോ, മരണപ്പെട്ടു പോകണമല്ലോ. അപ്പം എന്തായാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുള്ള പിന്നെ ജീവിതം ഒരിക്കലും ഒരു വിശ്വാസിക്ക് പിന്നെ നഷ്ടമാവില്ല. അത് തീർച്ചയായും വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, എന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്നാണ് ഈ ഒരു ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അവസാനം ഈ 15 ദിവസം അല്ലെങ്കിൽ 40 ദിവസമേ ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഈമാനിൻ്റെ പവർ കൊണ്ട് ചില പ്രാർത്ഥനകൾക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങൾ കൂടി നമുക്കിതിൽ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രതിസന്ധിയിലും ജീവനാണ് പോയാലും ആ ഒരു ദീനിൻ്റെ തണലിൽ ആ ഒരു അറിവിൻ്റെ പിന്നെ ഒരു പ്രത്യേകതയാണല്ലോ, ആ ഒരു ദീനിയായ ഒരു അറിവും തവക്കലും ഒരുമിച്ച് രണ്ടുള്ളത് കൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് നെഞ്ചി വിടർത്തി നിൽക്കാൻ സാധിച്ചത്. ആളെ ചരിത്രത്തിൽ നമുക്ക് കിട്ടിയൊരു പാഠം. പിന്നെ തവക്കുലിൻ്റെ ഒരു പ്രാധാന്യം
ഒരുപാടുണ്ട് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നുള്ള. രണ്ട് വിഷയം അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ എന്നാണ് ഇത്തഖുദ്ദാവത്തിൽ മദലൂം. യെസ്, അത് ഭയങ്കര ആക്രമിക്കപ്പെടുക പറഞ്ഞാൽ കുത്തിക്കൊല്ല എന്ന് മാത്രമല്ല, നമ്മളൊരാള് ഒരു 4-5 ആൾ കൂടിയിരുന്ന് ഇങ്ങനെ പരിഹസിക്കുന്ന ആലോചിച്ചു അപമാനിക്കുക അല്ലേ. അങ്ങനെ ഇപ്പൊ കുറെ കുറവാന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ കുറയാൻ കാരണം നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. നേരിട്ടിരിക്കണില്ല ആരും. നേരിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരാളെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ സമയം കിട്ടിക്കഴിഞ്ഞാൽ അവനങ്ങോട്ട് ഇല്ലാതാക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ തമാശക്കാണെങ്കിൽ പോലും അത് അവൻ്റെ മനസ്സ് എങ്ങനെയാണ് ഫീൽ ചെയ്യണതുള്ളത് നമുക്കറിയില്ല. അത് കുടുംബത്തിലുണ്ടാവാം. അതായത് ഒരു മരുമോളായിട്ട് കയറി വന്ന ഒരു ആങ്ങളയുടെ 4 പെങ്ങന്മാരുള്ള അല്ലെങ്കിൽ 3 പെങ്ങന്മാരുള്ള ഒരു വീട്ടിലേക്ക് ഒരു മരുമോള് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുടുംബത്തിൻ്റെ ഉള്ളിലുണ്ടാവാം, കൂട്ടുകാരുടെ ഇടയിലുണ്ടാവാം. അങ്ങനെയൊക്കെ ഇനി രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഇതാണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം. ഇതൊക്കെ ആക്ഷേപിക്കപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നവൻ്റെ മനസ്സിലെ പ്രാർത്ഥന ഉണ്ടല്ലോ. പഠിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താ? ഇനി മേലാരൊരാളെ കൊല്ലാൻ പഠിച്ചോനെ അവൻ അവസരം കൊടുക്കരുതേ. അതൊരു ഭയങ്കര പ്രാർത്ഥനയല്ലേ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സിലൂടെ ഓർമ്മ വന്നതാണ്. അതായത് നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുങ്ങിയെന്ന് തോന്നുന്ന സമയമുണ്ടല്ലോ, പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യുക? അവിടെ ശരിക്കും എന്താണ്? മുൽത്തറാണ് അവിടെ അല്ലേ. മുൽത്തറിൻ്റെ പ്രാർത്ഥനയും അള്ളാഹു എന്ത് ചെയ്യും? സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വല്ലാണ്ട് പ്രയാസപ്പെടുന്ന സമയത്തൊക്കെ അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം കൂടെ ആയിട്ട് കാണുക. പ്രയാസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ. ഇൻഷാ അല്ലാഹ്.